നമ്മളിന്നൊരു കുട്ടി യാത്രയ്ക്ക് പോവാണ് കേട്ടോ. നമ്മുടെ എല്ലാ യാത്രകളും നമുക്ക് പല പല അനുഭവങ്ങളല്ലേ തരാ. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഓൾറെഡി പോയ സ്ഥലത്ത് തന്നെയാണ് പിന്നെയും പിന്നെയും പോകുന്നതെന്നുണ്ടെങ്കിലും എവറി ടൈം ആ ഓരോ ട്രാവലും എനിക്ക് തരുന്ന എക്സ്പീരിയൻസ് വേറൊന്നായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് കാനഡയിൽ നിന്ന് അമേരിക്കയിലോട്ട് ട്രെയിനിലാണ് കേട്ടോ, പോർട്ട്ലാൻഡിലോട്ട്. ഇതിനു മുന്നേ ഞാൻ പോർട്ട്ലാൻഡിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോ ഫുട്ടേജസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ പോർട്ട്ലാൻഡിലുള്ള കുറച്ച് വെറൈറ്റി സ്ഥലങ്ങളിൽ പോകാനൊരു പ്ലാനുണ്ട്. അതുകൊണ്ട് ഇത് കാണുന്ന നിങ്ങൾക്കും ഒരു വേറിട്ട അനുഭവമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിലും വിശ്വാസം, അതല്ലേ എല്ലാം. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അധികം പിക്നിക്സ് ഒന്നും പോയിട്ടേ ഇല്ല കേട്ടോ. അതൊരു എക്സ്ട്രാ ചിലവല്ലേ. അതുകൊണ്ട് അച്ഛനും അമ്മേനൊന്നും ഞാൻ അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. പക്ഷേ സ്വന്തമായിട്ട് അധ്വാനിച്ചു തുടങ്ങിയപ്പോൾ ചെറുതായ യാത്രകളൊക്കെ പോയി തുടങ്ങി. ഈ കാണുന്നതാണ് കാനഡ അമേരിക്ക ബോർഡർ. ഇവിടെ നിന്ന് കുറേ ഓഫീസേഴ്സൊക്കെ വന്ന് നമ്മുടെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യും. നമ്മളത് അമേരിക്കയിലോട്ട് കയറി പോർട്ട്ലൻഡിൻ്റെ നമ്മുടെ സ്വന്തം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. പോർട്ട്ലൻഡിൽ നമ്മൾ ആദ്യം പോകുന്ന സ്ഥലം മൾട്ടിനോമ ഫാൾസ് ആണ്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് കേട്ടോ. എനിക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു കാര്യമാണ് വാട്ടർഫാൾസ്, എസ്പെഷ്യലി ഈ മൾട്ടിനോമ വാട്ടർഫാൾസ്. ഞാൻ പല തവണ വന്നിട്ടുണ്ട്. ഓരോ തവണ വരുമ്പോഴും ഒരു കൊച്ചു കുട്ടിയെ പോലെ അതിങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും. അത് എത്ര കണ്ടാലും എനിക്ക് മതിയാവില്ല. അതിങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്ത് രസമല്ലേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഈ വാട്ടർഫാൾ വിൻ്ററിൽ വന്നാലും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ മഞ്ഞിലിങ്ങനെ മൂടപ്പെട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം വീഴുന്നത് അതൊരു രസമാണ്. ഈ വെള്ളച്ചാട്ടം വരുന്ന സ്ഥലത്തോട്ട് നമുക്ക് ഹൈക്ക് ചെയ്ത് നടന്ന് കയറി പോകാൻ പറ്റും. ഇത്തവണ ഞാൻ ആദ്യമായിട്ട് അത് ചെയ്തു. ഇതപ്പുറം കാണുന്ന മല എന്ന് പറയുന്നത് വാഷിങ്ടൺ എന്ന് പറയുന്ന അമേരിക്കയിലെ വേറൊരു പ്രൊവിൻസ് ആണ് കേട്ടോ, വേറൊരു സ്റ്റേറ്റ്. നമ്മുടെ കേരളം തമിഴ്നാടൊക്കെ പോലെ. എന്തോ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 1.5 മൈൽ എന്തോ ഉള്ളൂ ഈ ഓവറോൾ ഹൈക്ക്. എന്നാലും ഇങ്ങനെ കുത്തനെയുള്ള കയറ്റായതുകൊണ്ട് കുറേ കിതച്ചു. എന്ത് ഭംഗിയാണല്ലേ ഇതൊക്കെ കണ്ടിങ്ങനെ മേലോട്ട് കയറാനായിട്ട്. ഇവെന്തോ ഇത്തിരി ബുദ്ധിമുട്ടിയാണ് ഹൈക്ക് ചെയ്തതെങ്കിലും ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഒരു വർക്കിംഗ് ഡേയിൽ പോയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ യൂഷ്വലി ഇത്തിരി തിരക്കൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ടോ. ഈ കാണുന്ന വെള്ളമൊക്കെ ഒഴുകി ഒഴുകി പോകുന്നത് നമ്മുടെ വാട്ടർഫാളിലോട്ട് ചാടാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ വാട്ടർഫാളിൻ്റെ ഒരു ബെറ്റർ വ്യൂ കാണിക്കാനായിട്ട് അവർ ഇതുപോലത്തെ ഒരു സ്റ്റെയർവേസിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി ഇതുപോലെ ചെറിയൊരു പോഡിയം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതാ കണ്ടോ, ഇത് ഇവിടെ നിന്നാണ് ആ വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ താഴെയും നോക്കുമ്പോൾ നമ്മളൊരു പോയിന്റിൽ ഇങ്ങനെ വെള്ളം വീഴുന്ന കാണത്തില്ലേ. നമ്മളുടെ പോർട്ട്ലൻഡ് എന്ന് പേര് വരാൻ കാരണം അവിടെ ഒരു പോർട്ടലുകൊണ്ടാണ്. കുറേ ഷിപ്സൊക്കെ വന്ന് പോകുമല്ലോ. നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോഴേക്കും സന്ധ്യാസമയം കഴിഞ്ഞു, ഇരുട്ടായി. ഒരു മനുഷ്യനില്ലാത്തതുകൊണ്ട് പിന്നെയും ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു. അടുത്ത ദിവസം നമ്മൾ ചുമ്മാ ഇരുന്നപ്പോൾ ഫാൾ കളേഴ്സ് കാണാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചുമന്ന ഇലകൾ നിറഞ്ഞ മരങ്ങൾ. ആഹാ, എന്ത് ഭംഗിയാണല്ലേ. ഇത് വെസ്റ്റേൺ കൺട്രീസിൻ്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ട്രില്യം ലേക്കിലോട്ടാണ് കേട്ടോ. ഞാൻ അമേരിക്ക ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത സമയത്ത് വന്ന സ്ഥലങ്ങളിലൊന്നാണ് ട്രില്യം ലേക്ക്. വേറെ കുറച്ച് കൂട്ടുകാരുടെ കൂടെയായിരുന്നു. ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് കുറേ ഓർമ്മകൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ പോകുമായിരുന്നു. ആ കൂട്ടുകാരുടെ ഞാൻ വന്നതും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വെള്ളത്തിലിറങ്ങിയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരേ സ്ഥലമാണെങ്കിൽ തന്നെ നമ്മൾ പിന്നെയും പിന്നെയും പോകുമ്പോൾ അത് തരുന്ന എക്സ്പീരിയൻസ് വേറൊന്നായിരിക്കും. ചിലപ്പോൾ ഓർമ്മകളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ അനുഭവങ്ങളായിരിക്കും. ഞാൻ ഈ പരിസരത്തോട്ടൊക്കെ വന്നിട്ട് ഓൾമോസ്റ്റ് 7-8 ഇയേഴ്സ് ആയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഈ ചുറ്റുപാടുകൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ സ്ഥലം പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും പ്രിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവിടെ നിന്ന് നമ്മൾ പയ്യെ കുറച്ച് വഴി കൂടെയൊക്കെ ഏതോ ഒരു സ്ഥലത്ത്, ഐ തിങ്ക് ഏതൊരു മലയുടെ മുകളിലാണ് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് പയ്യെ ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ ഭയങ്കര മഞ്ഞായിരുന്നു. നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നവരും നമ്മുടെ തണുപ്പ് കൂടുമല്ലോ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ പയ്യെ ഇറങ്ങി. അതിനുശേഷം പോർട്ട്ലൻഡിനോട് വിട പറയേണ്ട സമയമായി. തിരിച്ച് ട്രെയിൻ പിടിച്ച് വാൻകൂവറിലോട്ട് വന്നു. അപ്പോൾ ശരി.